പലസ്തീനെ പിന്തുണച്ച് വിദ്യാർത്ഥി പ്രതിഷേധം അടുത്തിടെ അമേരിക്കയിൽ വലിയ തോതിൽ പൊട്ടിപ്പുറപ്പെട്ടു. ഈ പ്രതിഷേധങ്ങളെ അപലപിച്ച ട്രംപ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ നാടുകടത്തുമെന്ന മുന്നറിയിപ്പും നൽകി. ഇതിന്റെ ഫലമായി ഹാർവാർഡ് സർവകലാശാലയ്ക്ക് ഉയർന്ന നികുതി നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹാർവാർഡ് സർവകലാശാല ഇതുവരെ തങ്ങളുടെ സർവകലാശാല പദവിയിൽ നിന്നും നികുതി ഒഴിവാക്കിയിരുന്നു. ഹാർവാർഡ് വീണ്ടും ഈ നിയമത്തിന് കീഴിൽ വരുമോ എന്ന സംശയമാണ് അക്കാദമിക് വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നത്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൌസ് അടുത്തിടെ സർവകലാശാലയ്ക്ക് ഒരു കത്തെഴുതി. വൈവിധ്യം, തുല്യത, EDI സംരംഭങ്ങൾ ഉടനടി നിർത്തലാക്കണം. വിദ്യാർത്ഥികളുടെയും പ്രൊഫസർമാരുടെയും അധികാരങ്ങൾ കുറയ്ക്കണം. വിദ്യാർത്ഥി സംഘടനകളും വിദേശ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കേണ്ടതുണ്ട്. സെമിറ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥി സംഘടനകൾ അന്വേഷിക്കണം. തൊഴിൽ സംബന്ധമായ ഡാറ്റ സർക്കാർ ഏജൻസികളുമായി പങ്കിടണമെന്നും വൈറ്റ് ഹൌസ് കത്തിൽ പറഞ്ഞു. ഈ ചോദ്യങ്ങൾക്ക് സർവകലാശാല ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൽ സർവകലാശാലയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അമേരിക്കയുടെ 1-ാം ഭേദഗതി പ്രകാരമുള്ള അവകാശങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യില്ല. അവ നമുക്ക് നൽകപ്പെട്ട അവകാശങ്ങളാണ്. ഇവയെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയില്ല. ഇത് കോടതിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് അലൻ ഗാർബർ തന്റെ മറുപടി കത്തിൽ എഴുതിയത്. സർവകലാശാലയുടെ പ്രതികരണം അതിന്റെ 1-ാം ഭേദഗതി അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു. ഗാർബർ സൂചിപ്പിക്കുന്നത് പോലെ ഈ അവകാശങ്ങൾ അക്കാദമിക് സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനപരമാണ്. അക്കാദമിക് സ്വാതന്ത്ര്യത്തിന്റെയും സ്ഥാനപരമായ സ്വയംഭരണത്തിന്റെയും പ്രാധാന്യം സ്ഥിരമായി ഉയർത്തിപ്പിടിച്ച കോടതി മുൻവിധികൾ സർവകലാശാലയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. വിമർശനാത്മക ചിന്ത, ബൗദ്ധിക അന്വേഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർവകലാശാലകൾക്ക് നിർണായക പങ്കുണ്ടെന്നാണ് ഈ മുൻവിധികൾ അംഗീകരിക്കുന്നത്. വൈറ്റ് ഹൌസിന്റെ അഭ്യർത്ഥനയുടെയും സർവകലാശാലയുടെ പ്രതികരണത്തിന്റെയും പ്രത്യാഘാതങ്ങൾ വളരെ പ്രധാനമാണ്. സർക്കാർ ഏജൻസികളും സർവകലാശാലകളും തമ്മിലുള്ള ഭാവി ഇടപെടലുകൾക്ക് ഈ ഫലം ഒരു മാതൃകയായി മാറിയേക്കാം. ഇത് അക്കാദമിക് സ്വാതന്ത്ര്യത്തിന്റെയും സ്ഥാപനപരമായ സ്വയംഭരണത്തിന്റെയും അതിരുകൾ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിൽ സംബന്ധിയായ ഡാറ്റയ്ക്കായുള്ള വൈറ്റ് ഹൌസിന്റെ അഭ്യർത്ഥനയോടുള്ള സർവകലാശാലയുടെ പ്രതികരണം അക്കാദമിക് സ്വാതന്ത്ര്യവും സ്ഥാപനപരമായ സ്വയംഭരണവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. അവയുടെ 1-ാം ഭേദഗതി അവകാശങ്ങൾ ഉറപ്പിച്ചുകൊണ്ടും സർക്കാർ ഏജൻസികളുമായി സഹകരിക്കുന്നതിലൂടെയും സുതാര്യതയ്ക്കും ഉത്തരവാദിത്തത്തിനുമുള്ള പ്രതിബദ്ധത സർവകലാശാല പ്രകടമാക്കുന്നു. അതോടൊപ്പം അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക കൂടി ചെയ്യുന്നു.